ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ബർത്ത്ഡേ ദിവസം എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പം ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇഷ്ടം പോലെ പണികൾ നമുക്കുണ്ട്. അപ്പോൾ രാവിലെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ രാവിലത്തെ തുണി ഉണക്കും കുറച്ച് വിറക് സംഘടിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് സദ്യ ഒരുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ സദ്യയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരക്കിനിടയ്ക്ക് ഞാൻ ഫുൾ വീഡിയോ നല്ലൊരു ലോങ് വീഡിയോ തന്നെ ഇടണമെന്ന് കരുതിയിട്ട് ഇത്തിരിയേറെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരാഴ്ച നമുക്ക് ഒട്ടും സമയം കിട്ടുന്നില്ലായിരുന്നു. ഉറക്കമുളച്ചൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഗുളിക കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഉറക്കമൊന്നും വളച്ചിട്ട് ഞാൻ വീഡിയോസൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തില്ല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേശ്ശെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അത് പിന്നീട് നമുക്കതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസമാണ് കഴിഞ്ഞ് ഞാൻ മെനക്കെട്ട് എല്ലാം ഒന്ന് സെർച്ചൊക്കെ ചെയ്ത് നോക്കി. പിന്നെ റീസെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് വർക്കിംഗ് ഡേ അല്ലാഞ്ഞുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ എനിക്കിടാൻ സാധിച്ചത്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് റെഡിയാക്കി ഇന്ന് വീഡിയോ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ സദ്യക്കുള്ള എല്ലാം റെഡിയാക്കി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പായസമൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് തുണികളോട് ഉണക്കിയെടുക്കേണ്ട പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം 1:30 ആയപ്പോഴത്തേക്കും നമ്മൾ കറികളെല്ലാം റെഡിയാക്കി സാമ്പാറും പരിപ്പ് തോരന് അവിയൽ പിന്നെ നമ്മുടെ സോയാബീൻ വരട്ട് അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു. പായസമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം സെറ്റാക്കി ഈ ചോറൊക്കെ വിളമ്പുന്നുണ്ട്. കാർത്തിക്കാണെങ്കിൽ പച്ചക്കറി കൂട്ടാൻ ഭയങ്കര മടിയുള്ളതുകൊണ്ടാണ് കറികളൊക്കെ കണ്ടിട്ട് ഞാൻ ഇതെങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചേട്ടനും അമ്മയും എല്ലാം കൂടിയാണ് ഫുഡ് കഴിക്കാനിരിക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും ആങ്ങളെയും വൈഫും അനിയനും അനിയത്തിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ വൈകിട്ടത്തെ പരിപാടിക്ക് നമ്മൾ വീഡിയോ വിളിച്ച് എല്ലാവരെയും കൂടെ നമ്മൾ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് എപ്പോഴും ഓടി വരാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ എല്ലാവരും കൂടി സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ബർത്ത്ഡേ ദിവസം ആഘോഷിച്ച് തീർത്തത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അപ്പം കണ്ണനാണെങ്കിൽ ചോറൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പായസം വാങ്ങിച്ച് വെച്ചു. നമ്മുടെ ഈ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം വെച്ചപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു അത്ര ടേസ്റ്റൊന്നും കാണില്ല എന്നാണ്. പക്ഷേ കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സന്ധ്യ ആയപ്പോഴത്തേക്കും കേക്കെല്ലാം സെറ്റാക്കി. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. അപ്പോൾ അനിയൻ വീട്ടിലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനെയും ആങ്ങളെയും പിന്നെ അനിയത്തിയൊക്കെ നമ്മൾ ഫോൺ വിളിച്ചിട്ട് എല്ലാവരെയും കാണിക്കുന്നുണ്ട് കേക്കൊക്കെ മുറിക്കുന്നത്. അപ്പോൾ അവർ നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് അങ്ങനെ എല്ലാവരും കൂടിയാണ് ഈ ഒരു ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നമ്മൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത്. ആ ഒരു പ്രത്യേകതയും കൂടെ ഇതുവരെ നമ്മൾ എല്ലാ ബർത്ത്ഡേക്കും അത്യാവശ്യം ചെയ്യണം എനിക്ക് സർപ്രൈസൊക്കെ തരുന്നെങ്കിലും നമ്മളിങ്ങനൊരു ബർത്ത്ഡേ ആദ്യമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോഴത്തേക്കും ചേട്ടനാണ് എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ചുരിദാർ വേണ്ട. അപ്പോഴത്തേക്കും എനിക്ക് 2 ഫ്രോക്ക് നൈറ്റിയാണ് ചേട്ടൻ വാങ്ങിച്ച് തന്നിട്ടുള്ളത്. എന്താണെങ്കിലും നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് അതിന് ഒരു പ്രത്യേക മാധുര്യം ഉണ്ടല്ലേ ബർത്ത്ഡേ ദിവസം കിട്ടുന്നതിന്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇതിൽ കൂടുതൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അത് നമുക്ക് സാധിച്ചില്ല. കാരണം ഫോണിലെ സ്റ്റോറേജിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അത്രയൊക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസ് ഒന്നും ചിലപ്പോൾ നമുക്ക് ഇത്രയും പോലെ നിങ്ങളുടെ അടുത്ത് എനിക്ക് എത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഡ്രസ്സൊക്കെ നമ്മളൊന്ന് ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ടാറ്റ ബൈ ബൈ സീ യു.